അനുദിനം ആശ്വാസം നൽകുന്ന ജീവവചനങ്ങൾ. ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ വചനവുമായി നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ ദൈവം തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വീണ്ടും ജനിക്കാം, വേഗം ഒരുങ്ങാം. കർത്താവിൻ്റെ വരവിത വാതിക്കലെത്തിയിരിക്കുന്നു. ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ദൈവിക മർമ്മമാണ് യേശുക്രിസ്തു നിക്കോദോമോസിനെ പഠിപ്പിച്ച വീണ്ടും ജനനം എന്ന വിഷയം. ഒരുവൻ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അവൻ ആരായിരുന്നാൽ പോലും, ഒരുപക്ഷെ ലോകമെല്ലാം കൊടും ക്രൂരനെന്ന് വിധിയെഴുതിയ കുമാരസ്വാമി ആയിരുന്നാൽ പോലും അവനിൽ സംഭവിക്കുന്ന ഒരു സൂപ്പർ നേച്ചുറൽ മിറാക്കിളാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. പുതുതായി ജനിക്കുക, ഉയരത്തിൽ നിന്ന് ജനിക്കുക, വീണ്ടും ജനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. നിക്കോദോമോസ് ഒരു മതാധ്യക്ഷനായിരുന്നിട്ട് പോലും അവനത് മനസ്സിലായില്ല. ഇന്നും മതാധ്യക്ഷന്മാർക്കത് മനസ്സിലായിട്ടില്ല. പെന്തക്കോസ്തുകാർക്ക് പോലും അത് വേണ്ടവണ്ണം മനസ്സിലായിട്ടില്ല. ക്രിസ്തീയ മാതാപിതാക്കൾക്ക് ജനിച്ചതുകൊണ്ടാരും ക്രിസ്ത്യാനികളായിത്തീരുന്നില്ല. ക്രിസ്തുവിൽ ജനിക്കുമ്പോഴാണ് ക്രിസ്ത്യാനികളായിത്തീരുന്നത്. ആത്മീയ മണ്ഡലത്തിൽ, അദൃശ്യ ലോകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് വീണ്ടും ജനനം. കർത്താവിൻ്റെ 1-ാം വരവോടെ നമുക്കവനെ അറിയുവാനും വിശ്വസിക്കുവാനും വീണ്ടും ജനിക്കുവാനും കർത്താവിൻ്റെ ഒരു മണവാട്ടിയായി വിശുദ്ധിയെ തികച്ചുകൊണ്ട് ഒരുങ്ങുവാനും ദൈവം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു തന്നു. നമുക്ക് വ്യക്തിപരമായി ഒരുങ്ങാം, നമ്മുടെ കുടുംബത്തെ ഒരുക്കാം, നമ്മുടെ സഭയെ ഒരുക്കാം, നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ലോകത്തെ നമുക്കൊരുക്കാം. കർത്താവ് വന്നു കഴിഞ്ഞു. നമുക്കൊരുങ്ങുവാനും മറ്റുള്ളവരെ ഒരുക്കുവാനും സമയമില്ല. നമ്മുടെ മരണശേഷവും നമുക്കൊരുങ്ങുവാനുള്ള സമയമില്ല. കൃപയുടെ വാതിലടയുന്നതിന് മുൻപ് നമുക്കൊരുങ്ങാം, മറ്റുള്ളവരെ ഒരുക്കാം, സുവിശേഷം ലോകമെമ്പാടും എത്തിക്കാം. സഭകൾ അതിനായി ഉണരട്ടെ. ദൈവജനം എഴുന്നേറ്റ് പ്രകാശിക്കട്ടെ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്തൊരു രാത്രി വരുന്നു. പകലുള്ളിടത്തോളം നമുക്ക് കർത്താവിൻ്റെ വേല ചെയ്യാം. ഇതുവരെ ശരിയായൊരു വീണ്ടും ജനന അനുഭവം പ്രാപിച്ചിട്ടില്ലാത്ത പെന്തക്കോസ്ത് വിശ്വാസിയെ, സുവിശേഷത്തിന് ചെവി കൊടുക്കാതെ നടക്കുന്ന മാതാപിതാക്കളെ, യുവതി യുവാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാം ഇനിയൊരല്പസമയം മാത്രം. കർത്താവ് വന്നു കഴിഞ്ഞു, നിങ്ങൾക്ക് ആ അവസരം നഷ്ടപ്പെട്ടു പോയി എന്ന് വിലപിക്കുവാനിടയാകരുത്. ഒരുപക്ഷെ മരണം സംഭവിച്ചു. ജീവിച്ചിരുന്നപ്പോൾ ഞാൻ എത്രയോ പ്രാവശ്യം കേട്ടതാണ്, പക്ഷേ കൂട്ടാക്കിയില്ലല്ലോ എന്നോർത്ത് നരകത്തിൽ പോയി കിടന്ന് കരഞ്ഞു പല്ലുകടിക്കുവാനിടയാകരുത്. സമയം വൃഥാവാക്കാതെ യേശുവിനെ സ്വീകരിക്കൂ. ആമേൻ.